മലയാളി പൊളിയാണ്. അവർ എവിടെ പോയാലും പൊളി പണികൾ മാത്രമേ ചെയ്യുകയുള്ളൂ. മാത്രമല്ല, ഈ മലയാളികൾ എവിടെ പോയാലും അവരുടെ നാട്ടിലുള്ളവരെ കൂടി അങ്ങോട്ടേക്ക് എത്തിക്കും. ഏത് വളഞ്ഞ വഴിയും അതിനുവേണ്ടി അവർ സ്വീകരിക്കും. മാർഗം പ്രശ്നമേ അല്ല, ലക്ഷ്യമാണ് പ്രധാനം. അതിനി ഗൾഫിൽ ചുമട് ചുമക്കുന്ന പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ സായിപ്പിൻ്റെ കുണ്ടി തുടയ്ക്കുന്ന പണി ആയിക്കോട്ടെ, അതുമല്ലെങ്കിൽ നേഴ്സസിനെ ഹെൽത്ത് കെയറിൽ കൊണ്ടുപോകുന്ന പണിക്ക് ആയിക്കോട്ടെ, അതൊന്നും അവർക്ക് ഒരു പ്രശ്നമേ അല്ല. ഇനി ചോദിച്ചാൽ പറയും, നമ്മളൊരു സഹായം ചെയ്യുന്നു, അത്രമാത്രം. ആരെങ്കിലുമൊക്കെ പോയി രക്ഷപ്പെട്ടുകൊള്ളട്ടെ, ഇതാണ് അവരിൽ നിന്നും വരുന്ന വാക്കുകൾ. എന്നാലും ഈ മലയാളികൾ എന്തിനാണ് ഇങ്ങനെ ചതിയിൽപ്പെടാനായിട്ട് നിന്നു കൊടുക്കുന്നത്? മാത്രമല്ല, ഈ കാശ് കൊടുക്കാൻ മത്സരവുമാണ്. ഈ പണി കൊടുക്കുന്നവർ 5 ചോദിച്ചാൽ ഇക്കൂട്ടർ 10 കൊടുക്കും. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മലയാളി പൊളിയാണെന്ന്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇവിടുത്തെ, അതായത് അയർലൻഡിലെ പ്രൈവറ്റ് നേഴ്സിംഗ് ഹോമുകളിലേക്ക് നാട്ടിൽ നിന്നും ജോലി കൊടുക്കാമെന്നും പറഞ്ഞ് തരികിടകൾ കാണിക്കുന്ന ഏജൻസികളെയും നേഴ്സുമാർ ഇവിടെ എത്തിയതിനു ശേഷം ജോലി കിട്ടാതെ അലയേണ്ടി വരുന്ന ഒരു അവസ്ഥയെക്കുറിച്ചും ഒക്കെയാണ്. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതും ആയിരിക്കും. നമുക്ക് നേരെ വീഡിയോയുടെ വിശദ വിവരങ്ങളിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ ഒരു ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ ഹെഡിങ് ഇങ്ങനെയാണ്: വ്യാജ ഓഫർ ലെറ്റർ നൽകി നേഴ്സുമാരുടെ റിക്രൂട്ട്മെൻറ്റ്. ഈ വാർത്ത കൃത്യമായി പറഞ്ഞാൽ 100% ശരിയാണ് എന്ന് പറയാൻ കഴിയും. അതായത്, ഒരു നേഴ്സിംഗ് ഹോമുകാർ ആർക്കെങ്കിലും ഒരു ജോബ് ഓഫർ ലെറ്റർ നൽകിയിട്ടുണ്ടെങ്കിൽ ആ ജോബ് ഓഫർ ലെറ്ററിൽ കൃത്രിമം കാണിച്ച് പുതിയ വ്യക്തികളുടെ പേരിൽ ഈ എംപ്ലോയർ പോലും അറിയാതെ വ്യാജ ഓഫർ ലെറ്റർ നൽകിയാണ് നേഴ്സസിനെ അയർലൻഡിലേക്ക് എത്തിക്കുന്നത്. അതീവ ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ് ഇവർ ചെയ്യുന്നത്. ഏറിയ പങ്ക് നാട്ടിൽ നിന്നും, അതായത് ഇന്ത്യയിൽ നിന്നും നേഴ്സസിനെ പ്രൈവറ്റ് നഴ്സിംഗ് ഹോമുകളിലേക്ക് എത്തിക്കുന്ന ഏജൻസികളിൽ 99% മലയാളികൾ തന്നെയാണ്. അങ്ങനെ ഇക്കൂട്ടർക്ക് വ്യാജ ഓഫർ ലെറ്റർ നൽകി, എന്നിട്ട് അയർലൻഡിൽ നേഴ്സസിന് വർക്ക് ചെയ്യാനായിട്ടുള്ള ടെമ്പററി വർക്ക് പെർമിറ്റായ ATWS പെർമിറ്റ് കൂടി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എഴുതിച്ച് എങ്ങനെയെങ്കിലും അത് പാസ്സാക്കി ഏത് എംപ്ലോയറുടെ പേരിലുള്ള ലെറ്റർ ഹെഡിലാണോ ജോബ് ഓഫർ ലെറ്റർ അടിച്ചത്, ഇതേ എംപ്ലോയറുടെ ലെറ്റർ ഹെഡിൽ തന്നെ നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കൂടി ഉണ്ടാക്കിയെടുത്ത് മറ്റൊരു എംപ്ലോയറുടെ അടുത്തേക്ക് മാറ്റുന്ന രീതിയിൽ നാട്ടിൽ നിന്നും റിക്രൂട്ട് ചെയ്ത് നേഴ്സസിനെ അയർലൻഡിൽ എത്തിക്കുന്ന രീതി ചില ഏജൻസികൾ ഇവിടെ നടത്തുന്നുണ്ട്. ഒരു എംപ്ലോയറുടെ അടുത്ത് നിന്നും മറ്റൊരു എംപ്ലോയറുടെ അടുത്തേക്ക് ജോലി മാറണമെങ്കിൽ, പ്രത്യേകിച്ചും ക്രിട്ടിക്കൽ സ്കില്ലിൽ വന്നിട്ടുള്ളവരാണെങ്കിൽ, മിനിമം 9 മാസമെങ്കിലും ആദ്യം ജോലി കൊടുത്ത എംപ്ലോയറുടെ അടുത്ത് ജോലി ചെയ്യണം എന്ന നിയമം അയർലൻഡിൽ നിലവിലുണ്ട്. എന്നാൽ ഈ എംപ്ലോയർ ഒരു NOC കൊടുക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നതിന് പ്രത്യേകിച്ച് കുഴപ്പം ഒന്നും തന്നെയില്ല. മറ്റൊരു തരത്തിൽ ചിന്തിച്ചാൽ ഇനി ചില എംപ്ലോയർമാർക്ക് കൂടി ഇതിനകത്ത് പങ്കുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഒരു നേഴ്സിൻ്റെ കയ്യിൽ നിന്നും വാങ്ങുന്ന പണം ഏകദേശം 6 ലക്ഷം രൂപ മുതൽ 10 ലക്ഷം രൂപ വരെയാണ് എന്ന് അറിയാൻ കഴിയുന്നുണ്ട്. ഇതിന് കൂട്ടുനിൽക്കുന്ന എംപ്ലോയർമാരുണ്ടെങ്കിൽ അവർക്ക് കൂടി നല്ലൊരു വീതം കിട്ടുന്നുണ്ട്. ഇല്ലെങ്കിൽ ഈ എംപ്ലോയർ അറിയാതെ മലയാളികളായിട്ടുള്ള നേഴ്സിംഗ് ഡയറക്ടേഴ്സ് ഉള്ള നേഴ്സിംഗ് ഹോമുകളിൽ ഏജന്റുമാരിൽ നിന്നും ഓരോ നേഴ്സുമാർ അവിടെ നാട്ടിൽ നിന്നും പുതുതായി വരുമ്പോൾ അവിടെയുള്ള നേഴ്സിംഗ് ഡയറക്ടർമാർക്ക് ഒരു വിഹിതം കിട്ടുന്നു എന്നതും പരസ്യമായ രഹസ്യം തന്നെയാണ്. ഇതിൽ മറ്റൊരു പ്രയാസമുള്ളത്, പലപ്പോഴും ഇങ്ങനെ വരുന്ന നേഴ്സുമാർക്ക് ജോലി കിട്ടാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കുന്നു എന്നുള്ളതാണ്. ഇത് മാത്രമല്ല, ഏജൻസി സ്റ്റാഫ് എന്ന നിലയിലും തട്ടിപ്പ് നിയമനം നടത്തി നിരവധി പേരെ ഇക്കൂട്ടർ അയർലൻഡിൽ എത്തിച്ചിട്ടുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരം. ഏജൻസി ഡ്യൂട്ടി എന്ന വ്യാജേന ആളുകളെ അയർലൻഡിൽ എത്തിച്ച ശേഷം മറ്റുള്ള ജോലികൾക്കായി വ്യാജ NOC നൽകി വിടുന്ന പ്രവണതയും വ്യാപകമാകുന്നു. ഏജൻസി ലൈസൻസ് ഉപയോഗിച്ച് ഇത്തരത്തിൽ ഇല്ലാത്ത ജോലിയുടെ പേരിൽ വിദേശത്തു നിന്നും ആളുകളെ എത്തിക്കുന്നതിനെതിരെയും പരാതി ലഭിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരുടെ തട്ടിപ്പിനിരയാകുന്ന പലരും
യാഥാർത്ഥ്യം അറിയുന്നത് അയർലൻഡിലെത്തിയതിനു ശേഷം മാത്രമാണ്. അയർലൻഡിലെത്തി മാസങ്ങളോളം ജോലിയും ശമ്പളവും ലഭിക്കാതെ യാതനകൾ സഹിക്കേണ്ടി വരുന്ന ദുരവസ്ഥയാണ് ഓരോരുത്തർക്കും ഇപ്പോഴുള്ളത്. ഈ തട്ടിപ്പുകാർക്കെതിരെ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് അയർലൻഡിലെ MNI അഥവാ മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡ് എന്ന സംഘടന രംഗത്ത് എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ തട്ടിപ്പിനിരയായ ആളുകൾ കൂടി ദയവ് ചെയ്ത് നിങ്ങളുടെ തട്ടിപ്പിൻ്റെ വിവരം പുറത്തുവിടണം. ഇനി നിങ്ങൾക്ക് അതിനെ പേടിയുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഞങ്ങളോട് പറയാം, ഞങ്ങളത് പൊതുജനങ്ങളെ അറിയിക്കും. അല്ലെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ID-യിലേക്ക്, അതായത് മൈഗ്രൻ്റ് നേഴ്സസ് അയർലൻഡിൻ്റെ ഇമെയിൽ ID-യിലേക്ക് നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. നിങ്ങളെ ആരാണോ പെടുത്തിയത് അവരുടെ വിവരങ്ങൾ പുറത്തു പറയുക. ഞങ്ങളോട് പറഞ്ഞാൽ തീർച്ചയായും അത് ഞങ്ങൾ വീഡിയോ മുഖേന പൊതുജനങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കൂടുതൽ പേർ പറഞ്ഞെങ്കിൽ മാത്രമേ ഇനി വരാനിരിക്കുന്നവർ കൂടി ഈ ചതിയുടെ പിടിയിൽ പെടാതിരിക്കൂ. ഇതിൻ്റെ ഒരു പ്രധാന കാരണം NMBI ഇവരുടെ DL-ൻ്റെ കാലാവധി 1 വർഷം എന്ന് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. കാരണം 1 വർഷം കൊണ്ട് ഇവർക്ക് യാതൊരു തരത്തിലുള്ള ഇൻ്റർവ്യൂവും ഇന്നത്തെ നിലയിൽ അയർലൻഡിൽ നിന്ന് ലഭിക്കുന്നില്ല. അതുകൊണ്ട് DL-ൻ്റെ കാലാവധി കഴിഞ്ഞു പോകുമോ എന്ന ഭയപ്പാടിൽ, അല്ലെങ്കിൽ അതിന് വീണ്ടും പൈസ ചിലവാക്കേണ്ടി വരുമോ എന്നുള്ള പ്രയാസത്തിൽ എത്രയും പെട്ടെന്ന് അയർലൻഡിലെത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പലരും ഈ കെണിയിൽ വീഴുന്നത്. ഇങ്ങനെയുള്ള നിയമങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഏജൻറ്റുമാർ അതിനെ മാക്സിമം മുതലെടുത്ത് ഇല്ലാത്ത വേക്കൻസി ക്രിയേറ്റ് ചെയ്ത് അതിനുള്ള ജോബ് ഓഫർ ലെറ്ററും കൊടുത്ത് ഉദ്യോഗാർത്ഥികളെ പിഴിഞ്ഞെടുത്ത് ചോര കുടിച്ച് അട്ട വീർക്കുന്നത് പോലെ ചീർത്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് പേരുടെ കണ്ണീരിൻ്റെ മുകളിൽ നിന്നുകൊണ്ടാണ് നീയൊക്കെ പല്ലിളിച്ച് കാണിക്കുന്നത്. ഇങ്ങനെയുള്ള ഏജൻറ്റുമാർ ഇതിനൊക്കെ കണക്ക് പറഞ്ഞേ മതിയാകൂ. ഇതിന് ഒരു വശം കൂടിയുണ്ട്. എങ്ങനെയെങ്കിലും നഴ്സിംഗ് കഴിഞ്ഞ് സായിപ്പിൻ്റെ തീട്ടം കോരാനായി എങ്ങനെയും ഏതു വിധേനയും വിദേശങ്ങളിലേക്ക് പറക്കാൻ നമ്മുടെ നാട്ടിലുള്ള നഴ്സുമാർ കൊതിക്കുകയാണ്. ഇങ്ങനെ ആളുകൾ വിദേശങ്ങളിലേക്ക് പോകാൻ കാത്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഈ ഏജൻറ്റുമാർ ഇങ്ങനെ പൂണ്ടുവിളയാടുന്നത്. നമ്മൾ ഇതൊക്കെ ആരോട് പറയാനാണ്? ഇനി വല്ലതും പറഞ്ഞു പോയാൽ അവർ പറയും, നിങ്ങളൊക്കെ നേരത്തെ അവിടെ പോയി സെറ്റിലായി, ഇനി ഞങ്ങൾ വരുന്നതിൻ്റെ ക്രിമികടിയാണ് നിങ്ങൾക്ക് എന്ന്. അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. ഈ പറഞ്ഞതൊക്കെ ഇവിടുത്തെ ഇപ്പോൾ നടക്കുന്ന അവസ്ഥയും കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഓൺലൈൻ പത്രത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. നിങ്ങൾ ചിന്തിക്കുക, എന്നിട്ട് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക. അയർലൻഡിൽ നിന്നും പുറത്തു വരുന്ന തട്ടിപ്പിൻ്റെ എല്ലാ കഥകളും അപ്പോൾ തന്നെ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. കാത്തിരിക്കുക. ചാനൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണും വരെ നന്ദി, നമസ്കാരം.